ഞാൻ ഈ ഹലോ ഗൈസ്, ഈ ഇൻ ബിറ്റ്വീൻ കുക്കിംഗ് ആൻഡ് ഹൗസ് ഹോൾഡ് തിങ്സിൻ്റെയൊക്കെ ഇടയ്ക്കാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. ഞാൻ പെട്ടെന്ന് വന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം എനിക്കൊരു കോള് വന്നേ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അവരുടെ അമ്മായി അച്ഛൻ ഈ കുട്ടിയെ ഒരു അത്ര സ്വാഭാവികമല്ലാത്ത ചേഷ്ടകൾ കാണിക്കുന്നു. ഇത് ഈ പീപ്പിൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഈ കുട്ടി അത് ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പൊട്ടിത്തെറിച്ചു. നമ്മുടെ വീടുകളിൽ ഇങ്ങനെയുള്ള അസ്വാഭാവികമായ ലൈംഗിക ചേഷ്ടകൾ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ കാണിക്കുമ്പോൾ നമ്മളത് ഹാൻഡിൽ ചെയ്യുന്ന രീതി വളരെ കെയർഫുള്ളായിരിക്കണം. നമ്മൾ ഇതിങ്ങനെ കാണിക്കുന്നുണ്ടെന്ന് പെട്ടെന്ന് നമ്മൾ അവരുടെ റിലേറ്റീവ്സിനെ അറിയിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ കുറ്റക്കാരാവുന്നത് നമ്മൾ തന്നെയായിരിക്കും. സോ അത് വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ ഈ പറഞ്ഞ കുട്ടിയുടെ അമ്മായി അച്ഛൻ എന്ന് പറഞ്ഞത് വളരെ ഒരു സമൂഹത്തിൽ വളരെ മാന്യനായ ഒരു മനുഷ്യനാണ്. 70കൾ കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരിക്കലും, എനിക്ക് പോലും അത് പറയുമ്പോൾ അത് അങ്ങനെയാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഈ കുട്ടിക്ക് പറ്റിയ വേറൊരു ഇത് എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാരുമായിട്ട് ഈ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്താൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ ഇതിനകത്ത് പലരും, അപ്പം ആ കുട്ടി എന്നോട് പറയണം, കിളവൻ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കുട്ടിയുടെ മനസ്സിലും അയാളെ ശിക്ഷിക്കണം എന്നാണ്. ഇതിനു മുമ്പേ നമ്മൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾക്ക് കുറച്ച്, ഞാനൊരു നേഴ്സാണ്, ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷേ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിപ്പിക്കുന്ന വീഡിയോസ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഞാൻ പണ്ട് ബോംബെയിൽ ഈവനിങ് വാക്കിങ്ങിന് പോകുമായിരുന്നു. ബോംബെയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ 2-3 അപ്പച്ചന്മാരെ കാണും. ഈ വയസ്സായവരല്ലേ, നമ്മൾ നോക്കി ഒന്ന് ചിരിക്കുമായിരുന്നു. 3rd day or 4th day onwards അവർ ഭയങ്കര they will show their private part. നമ്മൾ എക്സിബിഷനിസം എന്ന് പറയും. പ്രൈവറ്റ് പാർട്സ് കാണിക്കും അവർ നമ്മൾ. അപ്പോൾ അന്ന് ഞാനൊരു 24 ആ ഏജിലൊക്കെയാണ്. ബീങ് ഒരു നേഴ്സായിട്ട് പോലും എനിക്കത് ആ സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിന്ന് അകന്നു പോവുക, അവിടെ നിന്ന് അങ്ങ് മാറുക, അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കുക. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പേഷ്യൻസിന് ഇങ്ങനെ കംപ്ലയിൻറ്റ്സ് പറയാറുണ്ട്. അപ്പോൾ ചിലരത് ഹാൻഡിൽ ചെയ്ത് വിടാറുണ്ട്. സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ചില ഇടങ്ങളിൽ നമ്മൾ ഈ ട്രെയിൻഡ് അല്ലാത്ത നേഴ്സസിനെ നമ്മൾ അയക്കുമ്പോൾ, ഞാനിങ്ങനെ ഒരു സ്ഥാപനം പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് സംഭവിച്ചതാണ്. ട്രെയിൻഡ് അല്ലാത്ത, ചിലപ്പോൾ ജസ്റ്റ് ഞങ്ങൾക്ക് കെയർ ഗീവേഴ്സ് മതി, നഴ്സിംഗ് പഠിച്ചവർ വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ പോകുമ്പോൾ ഈ കുട്ടികൾക്കും ഇതൊരു ഭീകര സംഭവമായിട്ട് തോന്നാനും കുറ്റപ്പെടുത്താനും അവിടെ നിന്ന് മാറാനും ഈ പർട്ടിക്കുലർ പേഷ്യൻറ്റിന് കെയർ ഗീവറിനെ കിട്ടാനും പർട്ടിക്കുലർ പേഷ്യൻറ്റിൻ്റെ പേരിനെ തന്നെ അത് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഹായ് ഗൈസ്, കണ്ടിന്യൂവേഷനാണ്. അപ്പം ഇതിനകത്ത് വരുന്നൊരു ഭീകരത ഒന്ന് ആലോചിക്കണം ഓരോരുത്തരുടെ. ഞാനിപ്പോൾ ഈ സമയത്ത് 3 വയസ്സായ കുട്ടിയെ പീഡിപ്പിക്കുന്നു, 60-70 വയസ്സുകാരനൊക്കെ കേട്ടോ. ഇനി ഇത് ചില അസുഖങ്ങളുടെ ഭാഗമായിട്ടും വരാം. ഇതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇത് വരുന്ന അസുഖങ്ങളെക്കുറിച്ചാണ്. അതായത് നമ്മുടെ തലച്ചോറിൻ്റെ കോശങ്ങൾ ഇങ്ങനെ ചുരുങ്ങുമ്പോൾ അസറ്റൽ കൊളൈൻ്റെ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ കുറവ് കൊണ്ട് ആളുകളുടെ ലൈംഗിക താല്പര്യം കൂടും. ഈ വയസ്സാകുമ്പോൾ ഈ തലച്ചോറിലെ കോശങ്ങൾ നശിച്ചിട്ട് പിന്നെ ഈ അസറ്റൽ കൊളൈൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ കുറഞ്ഞിട്ട് നമുക്ക് മറവി രോഗം വരുമ്പോൾ ഈ ലൈംഗിക താല്പര്യം കൂടും. അപ്പം ഈ അസറ്റൽ കൊളൈൻ കൂട്ടാനുള്ള മരുന്നുകളുണ്ട്. പിന്നെ മറവി രോഗമുള്ളവരെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവർ ആഹാരം കൊടുത്തിട്ടും കൊടുത്തില്ല എന്ന് പറയും. തുണി അവർ നേരെ ഉടുക്കത്തില്ല. ആൾക്കാരെ അപരിചിതരായവരെ ഹഗ് ചെയ്യും, കിസ് ചെയ്യും. ഇതെല്ലാം ഈ രോഗത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ചില സൈക്യാട്രിക് മെഡിസിൻസ്, ആങ്സൈറ്റിക്കൊക്കെ കൊടുക്കുന്ന മെഡിസിൻസും ഈ ലൈംഗിക താല്പര്യം കൂട്ടുന്നത് കൊണ്ടാണ്
ഇവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതൊന്നും അറിയാതെ കിളവൻ അങ്ങനെ ചെയ്തു, ആ കിളവനെ അവിടെ കയറ്റാം, അയാൾക്ക് അടി കൊടുക്കാം, നോ യൂസ്. നിങ്ങൾക്ക് ഞാൻ പറ്റുന്നൊരു കാര്യം, ചിലപ്പോൾ ഇത് നമുക്ക് ബന്ധുക്കളെ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ ഉറപ്പാക്കുക. തീർത്തും ഇതിങ്ങനെയാണെന്ന് എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് ഒരു അപ്പനോടോ അല്ല മകനോട് പറയുമ്പോൾ മകനും അക്സെപ്റ്റ് ചെയ്യത്തില്ല, മകളും അക്സെപ്റ്റ് ചെയ്യത്തില്ല, ഈവൻ ഭാര്യയെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതിന് നമുക്ക് വഴിയെന്ന് വെച്ചാൽ ടാക്ട്ഫുള്ളി ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ അച്ഛനിങ്ങനെ അല്ലെങ്കിൽ അമ്മായി അച്ഛനിങ്ങനെ മറവി രോഗത്തിൻ്റെ അസുഖം തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഇന്ന മെഡിസിൻസ് എടുക്കുന്നത് കൊണ്ടാണ് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ട് എന്ന് ടാക്ട്ഫുള്ളി പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോവുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞാൽ വെറുതെ നമ്മൾ ഒരാളെ പണി കൊടുക്കുന്ന എന്തിനാണ്. അപ്പോൾ വയസ്സായ ആൾക്കാരിലായിരിക്കും ഇത് കൂടുതൽ കാണുന്നത്. ഇത് ഞാനൊരു നേഴ്സാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട്. ഇത് നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ എനിക്കൊരു എക്സ്പീരിയൻസ് വന്നുകൊണ്ടാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. ഇത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരാൾ ഫേസ്ബുക്കിൽ ഉണ്ട്, നമ്മുടെ ഉഷ ടീച്ചർ. ലെനയുടെ കുഞ്ഞിപ്പുഴു ലെനയുടെ അമ്മായിയമ്മയാണ്, അമ്മ തന്നെ പറയാം. പുള്ളിക്കാരത്ത് ഇതിനെക്കുറിച്ച് ടീച്ചറാണ്, ബയോളജി ടീച്ചറാണ്. ഒരു സൂപ്പർ വീഡിയോ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളതൊന്ന് സെർച്ച് ചെയ്ത് നോക്കി, ഇതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മളില്ലെങ്കിൽ ഇതിങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് നമ്മൾ തന്നെ തെറ്റിലേക്ക് നമ്മൾ ഒരാളെ അസുഖമുള്ള ഒരാളെ തെറ്റിദ്ധരിക്കുന്ന എന്തിനാണ്. പിന്നെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, അവരെക്കുറിച്ചുള്ളതല്ല, ഈ അസുഖമുള്ള ആൾക്കാരെക്കുറിച്ചാണ് ഞാനീ പറഞ്ഞത്. ഓക്കെ, ബൈ.